പാണക്കാട് തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല പോലും. പാണക്കാട് തങ്ങൾക്കെന്താ കൊമ്പുണ്ടോ? ആ ചോദ്യം 10-20 കൊല്ലം മുമ്പ് ചോദിച്ചത് സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ്. അന്ന് ലീഗിനെതിരെ നടത്തിയ വിമർശനത്തിൽ പാണക്കാട് തങ്ങൾ എന്ന പേര് മിണ്ടിയതിന് ആര്യാടന്റെ വീടിനു നേരെ കല്ലെറിഞ്ഞിട്ടുണ്ട് ലീഗുകാർ. പിന്നാലെ അദ്ദേഹത്തെ നീചമായ വ്യക്തിഹത്യ നടത്തി ഉറഞ്ഞു തുള്ളിയിട്ടുണ്ട് KM ഷാജി. മലപ്പുറത്തെ നരമ്പ് രോഗിയായ ഒരു കടൽക്കടവിന് പിന്നെ പ്രശ്നം കേരള രാഷ്ട്രീയത്തിലെ ഈ നരമ്പ് രോഗിയായ കടൽക്കടവിനെ സഹിക്കുന്നതിന് കണക്കില്ലേ? പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനല്ലെന്ന് ഒരു പത്രസമ്മേളനത്തിൽ ആര്യാടൻ മുഹമ്മദ് പരാമർശിച്ചതാണ് പ്രകോപനം. ആത്മീയ നേതാവിനെ വിമർശിച്ചേ എന്ന നിലവിളി അന്നുമുയർന്നു. ആര്യാടന്റെ വീടിനു നേർക്ക് മുസ്ലിം ലീഗിന്റെ പ്രതിഷേധ റാലിയും കല്ലേറും. ആ കല്ലേറിൽ ആര്യാടന്റെ അനുജന്റെ മകൻ ഫിറോസിന്റെ തലപൊട്ടി. വീട്ടിലുള്ളവർക്കും വീടിന് കാവൽ നിന്ന പോലീസുകാർക്കും സംഘർഷം ക്യാമറയിൽ പകർത്തിയ ഏഷ്യാനെറ്റ് ലേഖകനുമൊക്കെ പരിക്കേറ്റ് ആശുപത്രിയിലായി. 2001 നവംബറിലാണ് സംഭവം. UDFന്റെ ഭരണം. ആര്യാടന്റെ ഗ്രൂപ്പ് നേതാവ് AK ആന്റണിയാണ് മുഖ്യമന്ത്രി. എന്നിട്ടും ഒരു അക്രമിയെയും പോലീസ് അറസ്റ്റ് ചെയ്തില്ല. അതായിരുന്നു മന്ത്രിസഭയിൽ ലീഗിന്റെ ശക്തി. ഉറ്റതോഴൻ ആന്റണി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടും തന്റെ വീട് ആക്രമിച്ച ഒരു ലീഗുകാരനെ പോലും അറസ്റ്റ് ചെയ്യാത്തതിൽ ആര്യാടന് ദുഃഖവും പ്രതിഷേധവുമുണ്ടെന്ന് പത്രങ്ങൾ എഴുതി. വിശേഷിച്ച് ഒന്നും സംഭവിച്ചില്ല. ലീഗ് നേതാവ് PV അബ്ദുൾ വഹാബിന്റെ ഉടമസ്ഥതയിലുള്ള നിലമ്പൂർ PV സ്കൂളിലെ 44 താൽക്കാലിക ജീവനക്കാരെ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു. തൊഴിലാളികൾക്ക് വേണ്ടി നിലമ്പൂർ MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് രംഗത്ത് വന്നു. തുടർന്നുണ്ടായ പ്രത്യാരോപണങ്ങളിലാണ് പാണക്കാട് തങ്ങളെക്കുറിച്ച് ആര്യാടൻ പരാമർശിച്ചത്.